ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തനിക്ക് എന്ത് പറ്റിയടോ? ദിവസം ചെല്ലുന്നോളം താൻ ക്ഷീണിച്ചു വരുന്നല്ലോ. എന്റെ പണിക്കരയെ ഞാൻ തോറ്റു. വീട്ടിൽ അടുക്കളപ്പണി, ഫാക്ടറിയിലാണെങ്കിൽ നിവർന്നു നിൽക്കാൻ പറ്റാത്തത്ര ജോലി, ഇതിനിടയിൽ പിള്ളേരുടെ മെക്കെട്ടുകയറ്റം. അടുക്കളപ്പണി പെണ്ണുങ്ങളെ അതെങ്ങനെ? 4 ആൺപിള്ളേരെ മുമ്പിലോട്ട് ഇറങ്ങി വന്നേച്ച് അവളങ്ങ് പോയില്ലേ. തലയില്ലാത്ത പിള്ളേരെ വളർത്തിയെടുക്കുന്നത് ചില്ലറ പണിയൊന്നുമല്ല, അതും ആൺപിള്ളേരെ. അച്ഛനാണ് ഭാര്യ മരിച്ചതിൽ ദുഃഖം, എനിക്കാണെങ്കിൽ ഭാര്യ ജീവിച്ചിരിക്കുന്നതിൽ ദുഃഖം. അതാ വരുന്ന കല്യാണ ചെക്കൻ പെര നിറഞ്ഞു നിൽക്കുക, പക്ഷെ തള്ള കെട്ടിച്ചു കൊടുത്തു. എന്നാ ഉണ്ണികൃഷ്ണന്റെ കല്യാണം? കല്യാണം എന്ന് പറഞ്ഞ് എല്ലാരും എന്നെ കളിയാക്കുക. ഈ പ്രശ്നം കല്യാണം നടന്നില്ലേ ഞാൻ വല്ല കടലിലോ കായലിലോ ചാടിച്ചാവും. അതിന് നിന്റെ അമ്മ സമ്മതിക്കണ്ടേ? നീ ഒറ്റ പേരല്ലേ? ഞാൻ എത്ര പ്രാവശ്യം അമ്മയോട് കരഞ്ഞു പറഞ്ഞാണെന്ന് അറിയാവോ? എനിക്കിപ്പോഴും കിടന്നു പിടിക്കണ പ്രായമാണെന്ന് അമ്മയുടെ വിചാരം. എനിക്ക് വയസ്സ് 35 പണിക്കരേട്ടാ, എനിക്ക് എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചതാ. ഏത് പെണ്ണായാലും ഞാൻ കല്യാണം കഴിച്ചോളാം, അവള് പെണ്ണായിരിക്കണം, അത്രേ ഉള്ളൂ. പണിക്കരേട്ടാ, എന്റെ ഉണ്ണികൃഷ്ണ, നിന്റെ തള്ളയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല. ഞാൻ 4 ആലോചന കൊണ്ടുവന്നതാ. എന്റെ മോനെ പ്രാരാബ്ധക്കാരനാക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം എന്ന് ചോദിച്ച് എന്നോടൊരു ചാട്ടം. ഒരൊറ്റ ആലോചനയും കൂടെ അമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. ശരി, ആ കേശ ഉണ്ണിത്താന്റെ മോളെ നാലേ കിട്ടോ? ഉണ്ണിത്താൻ ഉണ്ണികൃഷ്ണൻ, നല്ല ബന്ധം. അങ്ങനെ വലിയ കളിച്ചക്കാരനാ. ആട്ടെ, നീ അത് പിടിക്കോ? അയ്യോ, ഞാൻ മണപ്പിക്കത്തുപോലുമില്ല. കള്ള് ചേരുന്നോണ്ട് വെള്ളയപ്പം പോലും ഞാൻ തിന്നൂല. കാശ് വെച്ച് ചീട്ട് അടിക്കുമല്ലേ? ചീട്ടിന് എനം പോലും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയുള്ള ഒരു ചീത്ത സ്വഭാവം എനിക്കില്ല. ഞാൻ നല്ല പയ്യനാ. ഒരു ചീത്ത സ്വഭാവമില്ലേ? അങ്ങനെ മനുഷ്യരുണ്ടോ? ഞാൻ ഒരുപാട് നുണ പറയും, അത്രേ ഉള്ളൂ. അത് ശരി. അപ്പൊ നിനക്കൊരു ചീത്ത സ്വഭാവം കരയല്ലേ? ആട്ടെ, പിള്ളേരെ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? പഠിച്ചാൽ അവർക്ക് കൊണ്ടുകൊള്ളാം. അന്നൊരു ദിവസം തന്റെ കൊച്ചുമോൻ രവി സ്കൂൾ സമയത്ത് പാലത്തിന്റെ അടിയിരുന്ന് വട്ട് കളിക്കുന്നത് കണ്ടു. ഞാൻ വിളിച്ചൊന്ന് ചോദിച്ചപ്പോ ഇഷ്ടായിരുന്നു പരിങ്ങി. ടീച്ചർ ചത്തത് കൊണ്ട് അവധിയാണെന്ന് പറഞ്ഞു. അവനൊരു വേന്ദ്രനാണ്. ഓരോ ദിവസം ഓരോ ടീച്ചറെ കൊല്ലും. ഞാനൊരു മനുഷ്യൻ എന്തെല്ലാം നോക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സ്ത്രീയുടെ സഹായം തനിക്ക് കൂടിയേ കഴിയുമെന്ന്. ഓ, തുടങ്ങി. പിന്നെയും പതിവ് പല്ലവി തന്നെ. അല്ല, ഞാൻ ഈ വയസ്സുകാലത്തൊരു പെണ്ണ് കെട്ടണോ? എന്തോന്നാ ആ പെണ്ണും പേരുടെ പേര്? മാധവിക്കുട്ടിയോ മാലതിക്കുട്ടിയോ? മാധവിക്കുട്ടി. പണിക്ക് പോയി ജോലി നോക്ക്. അങ്ങനെ ഇപ്പൊ പോണില്ല. 2ാം കെട്ടി ജീവിക്കുന്നവരൊക്കെ മണ്ടന്മാരാണെന്നാണ് തന്റെ വിചാരം. ആ സ്ത്രീയെ ഒന്ന് കാണുന്നില്ല, എന്താ ഒരു തെറ്റ്? തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടാറ്. എന്തൊരു ഭ്രാന്താ താനീ പറയുന്നത്? എനിക്ക് വയസ്സ് 55. 4 ആമ്പിള്ളേരുടെ തന്തയാണ് ഈ ഞാൻ. മൂത്തവന് വയസ്സ് 25. എനിക്കിനി ഒരു കല്യാണോ? താനാ ഉണ്ണികൃഷ്ണനെ പിടിച്ച് കെട്ടിക്കാൻ നോക്ക്. കേട്ടോ അച്ഛനാരെ, നിങ്ങൾ കല്യാണം കഴിച്ചെന്ന് വെച്ച് എനിക്കൊരു ലാഭവുമില്ല. ആ സ്ത്രീ എനിക്ക് പണ്ട് മുതൽക്കേ അറിയാം, നിങ്ങളെ അറിയാം. വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഒരു പുരുഷന്റെ സഹായമില്ലാതെ അവർ വിഷമിക്കുന്നു, ഒരു സ്ത്രീയുടെ സഹായമില്ലാതെ നിങ്ങളും വിഷമിക്കുന്നു. നിങ്ങളെ 2 കൂട്ടരെയും കൂടി ചേർത്ത് വെച്ചാൽ അത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്റെ പിള്ളേരുടെ മുഖത്ത് എങ്ങനെ നോക്കും? പിള്ളേർ അവർക്കും ഉണ്ട്, ഒരു പെണ്ണും 2 ആണും. അത് മാത്രമല്ല, നിങ്ങളിപ്പോ താമസിക്കുന്ന വീട്ടില് അത്ര വലിയ സൗകര്യമൊന്നുമില്ല. മാധവിക്കുട്ടിയും മക്കളും ഒരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് വാടകയ്ക്കെടുത്തു. ധാരാളം മുറികൾ, 200 രൂപ വാടകയുള്ളൂ. കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്കും നിലവിലുള്ള മക്കൾക്കും അവിടെ പോയി താമസിക്കാം. ഇപ്പൊ കൊടുക്കുന്ന വാടക ലാഭം. ഏതായാലും അടുത്ത ആഴ്ച മാധവിക്കുട്ടിയെ ഞാൻ എന്റെ വീട്ടിലോട്ടൊന്ന് വരുത്താം. പണിക്കരേട്ടാ, എന്തൊരു കൊല്ല ചതിയാ നിങ്ങൾ ചെയ്യുന്നത്? അച്യുതൻ ചേട്ടന് വയസ്സായി, പിള്ളേര് 4. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങേരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ചെറുപ്പക്കാരനെ ഞാൻ വെറുതെ നടന്നിട്ട് നിങ്ങൾക്ക് ദയ തോന്നുന്നില്ല. എന്റെ ദൈവമേ, ഒരു പെണ്ണിനെ നീ എനിക്കിട്ടാ ഓണം പിടിക്കില്ല. അച്ഛനെന്തിനാ കരയുന്നത്? നീ ഇതിന്ന് 2 എടുത്ത് അരിഞ്ഞു നോക്ക്, അപ്പൊ നീയും കരയും. ഓ ദൈവമേ,
അടുപ്പത്ത് കിടക്കുന്ന പരിപ്പിന് വെള്ളം തീർന്നു കാണും. അയ്യോ, അടിക്ക് പിടിച്ചെന്നാ തോന്നുന്നത്.